ഗൈസ് അപ്പൊ സമയം 3:15 കേട്ടോ. ചെറിയ ചാറ്റമഴയുണ്ട്. നല്ല വെള്ളമായിരിക്കും അല്ലേ? മഴയുണ്ടല്ലോ, മഴ. ചിരട്ടയോ? ചിരട്ട കനലുണ്ട്. ചിരട്ടാണോ? കനല് വേണേ ചിരട്ടാണോ? കല്ല് ഇഷ്ടംപോലെ കല്ലുണ്ടെന്നേ. മറ്റേ സാധനം ഉണ്ടോ കത്തിക്കണ? നമ്മുടെ കർപ്പൂരം. മേടിക്കാലോ? അത് ഭയങ്കര ഇമ്പോർട്ടന്റ് സാധനം കേട്ടോ. കാരണം കരിക്ക് കത്തോടി പിന്നെ വേറെ ഒന്നുമില്ല. അപ്പൊ ഗൈസ് സമയം 6 മണി കേട്ടോ. അപ്പൊ നമ്മൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കാൻ നിൽക്കുക. അപ്പൊ കോതാങ്ങൽ തൊട്ട് കൊടൈക്കനാൽ 218 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഗൈസ് രാവിലെ ആയതുകൊണ്ട് നമ്മൾ ബക്കേനോട്ടായിട്ട് തുടങ്ങണേ ട്രിപ്പ്. അപ്പൊ ഇന്ന് എന്തെങ്കിലും നല്ല അടിപൊളി ക്ലൈമറ്റ് ഉണ്ട്. രാവിലെ നല്ല മഴയും നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോണ റൂട്ട് എന്ന് പറയുമ്പോൾ കട്ടപ്പനയും ചെറുതോണിയൊക്കെ ടച്ച് ചെയ്ത കൂടിയാട്ടോ പോണേ. മറ്റു വഴി അപേക്ഷിച്ച് ഈ വഴി ഭയങ്കര ചെറിയ വഴി കേട്ടോ. ഗൈസ് അപ്പൊ നമ്മള് ഈ റൂട്ട് ഏതാണോ പേര്? റൂട്ട് എന്ന് വെച്ചപ്പോ ആരൊന്നും പറയണ്ട, അറിയില്ലാന്നോ ഗൈസ്. അപ്പോൾ ഇതായിട്ട് പനംകുട്ടി എന്ന് പറഞ്ഞ സ്ഥലം. അടിമാലി കട്ടപ്പന ബസ് കേട്ട പോണേ. എന്ത് വ്യൂ അല്ലേ. ഇപ്പൊ ഡാമിന് ഷട്ടർ വർക്കുന്നുണ്ട്, വെള്ളമില്ലാത്തത്. അപ്പൊ ഗൈസ് ഇതായിട്ട് കല്ലാറുട്ടി ഡാം. അപ്പോൾ നമ്മൾ വെള്ളത്തൂലെത്തിട്ടോ. വെള്ളത്തൂലാണ് മറ്റേ പന്നിയാർ പെൻ സ്റ്റോക്ക് അപകടമൊക്കെ ഉണ്ടായത്. അപ്പോൾ നല്ല കോടിയിട്ടുണ്ട് ഗൈസ്. നല്ല കിടിലം വഴിയാണ്. അപ്പോൾ നമ്മൾ രാജാക്കാട് എത്തി. രാജാക്കാടിൽ നിന്ന് ഇനി കുറച്ച് കുക്ക് ചെയ്യാനുള്ള കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയോട് നിർത്തി കുറേ സാധനങ്ങൾ മേടിക്കാം. അപ്പോൾ ഇനി കടയിൽ കയറി സാധനങ്ങൾ മേടിക്കാം നമുക്ക്. ഗൈസ് അപ്പോൾ സ്ഥലം ഏതാ? രാജാക്കാട് കേട്ടോ. ഗൈസ് രാജാക്കാട് എത്തിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിനി ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി മസാലയും ഇതൊക്കെ മേടിക്കാൻ വേണ്ടി കടലാത്ത് കയറും കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ കർപ്പൂരം മേടിക്കണം കേട്ടോ. അപ്പോൾ കർപ്പൂരം മേടിക്കണം, ഗ്രില്ലിനുള്ള കുറേ സാധനമുണ്ട്. അപ്പോൾ കുക്ക് ചെയ്ത് ഫ്രണ്ടിൽ പോകണം സൂചിച്ചിട്ട് കേട്ടോ. കാറ്റല്ലേ എക്സ്പ്രഷൻ മാറിയുണ്ടോ? അപ്പോൾ ഇതായിട്ട് നമ്മുടെ രണ്ടാമത്തെ ഷെഫ്. താഴെ കട ഉണ്ടാവും തോന്നുന്നു. താഴെ കൂടി പോയിട്ട് നമുക്ക് കർപ്പൂരമില്ലേ? അപ്പോൾ എല്ലാം ഒരുമിച്ച് കടയിൽ നിന്ന് മേടിക്കാം. അപ്പോൾ കയറാം. ഇവിടെ കടയിൽ സാധനമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കർപ്പൂരില്ല. അപ്പോൾ നമുക്ക് അടുത്ത കടയിൽ പോയി നോക്കാണ്ട്. ഉണ്ടോ? ഈ കടയിൽ വന്നപ്പോൾ നമുക്ക് സാധനം കിട്ടി. അപ്പോൾ ഇങ്ങനെ കർപ്പൂരം കിട്ടിയിട്ട് ഇനി നമുക്ക് ഗ്രില്ലിനുള്ള കുറേ സാധനം മേടിക്കാനുണ്ട്. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗ്രില്ലിനൊക്കെ അടിച്ചോടും. അതേലേ അൽഫാം മസാല അപ്പൊ അങ്ങനെ മസാല സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മള് എന്നെ മേടിക്കണേ. ഇപ്പൊ ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ നാരങ്ങയും അൽഫാമിലുള്ള നാരങ്ങയും പിന്നെ ഉപ്പോ ഇങ്ങോട്ട് പോകുമ്പോൾ കട കുറവായിരിക്കും കേട്ടോ. അപ്പോൾ വേറെ നമുക്ക് ഉപ്പും സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി പോകാം. അത്ര കുഴപ്പമില്ല. നാരങ്ങ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ നാരങ്ങയൊക്കെ സൂപ്പർ നാരങ്ങയാന്ന് കേട്ടോ. അതെന്തൊക്കെ പറഞ്ഞാലും തണുപ്പുണ്ട് കേട്ടോ. ഭയങ്കര തണുപ്പാണ് കഴിച്ചിട്ട്. അപ്പോൾ നാരങ്ങ ഞാൻ അടിച്ച കൈ സെറ്റായി അടിച്ചിട്ട് എന്തായി കിട്ടിയോ? ഹർമനല്ല കേട്ടോ, ഹെൽമെൻസ്. രാജാക്കാട് നേരെ പോട്ടോ. ഇനിയിപ്പോൾ എങ്ങോട്ടാ വെച്ചാൽ ഇനിയിപ്പോൾ എങ്ങോട്ടാ? ഫുഡ് കഴിക്കാം. നമ്മൾ ഫുഡ് കഴിക്കാൻ നേരെ ഇറങ്ങോട്ടോ. ശരി, ഫുഡ് കഴിക്കണം. സൈഡിൽ ഒതുക്കിയിട്ട് നല്ലൊരു വൈബുള്ള സ്ഥലത്ത് നിർത്തിയിട്ട് ഫുഡ് കഴിക്കാം. ചപ്പാത്തി, മുട്ടക്കറി, ചിക്കനുണ്ട്. പിടിയാൻ പിടിക്കാം. ജഗന്നിവാസ ബസ്സാട്ടോ. എറണാകുളം വൈറ്റില അങ്ങോട്ടുള്ള ബസ്സാണ് ഇത് കാണുന്നത്. അപ്പോൾ രാജാക്കാട് അത്യാവശ്യം വലിയൊരു സിറ്റി തന്നെ കേട്ടോ.
ഗൈസ് അപ്പോൾ നമ്മൾ രാജകുമാരി എത്തിയിട്ട് ഇടുക്കിയുടെ രാജകുമാരി. അപ്പോൾ സമയം ഏകദേശം നമുക്ക് ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കണം. അപ്പോൾ ഈ തേയിലത്തോട്ടമൊക്കെ കണ്ടു തുടങ്ങി, തണുപ്പൊക്കെ നല്ല തണുപ്പായിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്പോട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ കറക്റ്റ് ഇത് മൂന്നാർ നമ്മൾ ആ ടൈപ്പ് വൈബൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വന്ന വഴിക്ക്. ഗൈസ് ഞങ്ങൾ പൂപ്പാറ എത്തിട്ടോ. അപ്പോൾ ഇനി നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കണം ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ അടുത്ത വീഡിയോ നാളെ ആയിരിക്കും കേട്ടോ, നമുക്കിനി ഫുഡ് കഴിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് അറിയിക്കും. ഓക്കെ ഗൈസ്, ബൈ 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 ബൈ.